ഹായ് ഫ്രണ്ട്സ്, വിക്രം വേദയുടെ പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രമാണെങ്കിൽ വർക്ക്ഷോപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഈ സമയം രാജേട്ടനും അനിയൻകുട്ടനും ഒക്കെ ഉണ്ട്. എല്ലാവരും വിക്രമിന് ചുറ്റും ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വിക്രമാണെങ്കിൽ ഈ സമയം ഒരു ജയിലിൽ നിന്ന് ജാമ്യമൊക്കെ കിട്ടിയിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അഭിലാഷിൻ്റെ ചതിയിൽപ്പെട്ടിട്ട് നമ്മുടെ വിക്രം ഒരു പെണ്ണ് കേസിൽ അകത്ത് പോവാണ് കേട്ടോ. അങ്ങനെ വേദ ഒരുപാട് റിസ്ക് എടുത്തിട്ട് വേദ ജാമ്യം എടുത്താൽ മാത്രം പോരാ, വിക്രമിൻ്റെ ഭാഗത്ത് യാതൊരുവിധ തെറ്റുകളും ഇല്ല എന്ന് പൂർണ്ണമായിട്ടും പ്രൂവ് ചെയ്തതിന് ശേഷമാണ് വേദ മുഖേനെ നമ്മുടെ വിക്രം പുറത്തിറങ്ങുന്ന കേട്ടോ. അപ്പോൾ രാജേട്ടൻ ഇങ്ങനെ വിക്രമിനോട് പറയുന്നുണ്ട്, എടാ നീ ഇനി ആ വേദയെ ഒന്ന് സ്നേഹിക്കാൻ തുടങ്ങുക. അവൾ നിനക്ക് വേണ്ടിയിട്ട് എത്രമാത്രം കഷ്ടപ്പെട്ടു എന്നറിയോ? നീ ഉള്ളിലായിരുന്ന സമയത്തെ അവൾ ഊണും ഉറക്കം ഇല്ലാതെയാണ് ഓരോ തെളിവുകളും അഭിലാഷിൻ്റെയും ആ കൂട്ടുകാരുടെയും ഒക്കെ ചതിയിൽ പെട്ട നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ തെളിവ് സഹിതം നീ ചെയ്തിട്ടില്ല എന്ന് പ്രൂവ് ചെയ്താണ് ആ ദർശനെയും കൂട്ടിയിട്ട് നിന്നെ വന്ന് ഇറക്കിക്കൊണ്ടുവന്നത്. പിന്നെ ആ ദർശനാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആ കേസിന് ഒരു രൂപ പോലും വാങ്ങിയില്ല. അതൊക്കെ ആ വേദയോടുള്ള സ്നേഹവും കരുതലവും കൊണ്ട് മാത്രമാണ്. അത്രത്തോളം നിന്നെ ആ കുട്ടി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിനക്കിനിയെങ്കിലും ഭാര്യയായിട്ട് ആ കുട്ടിയെ അംഗീകരിച്ചുകൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. ഇത് കേട്ടിട്ട് നമ്മുടെ വിക്രം നല്ല ദേഷ്യപ്പെട്ടിട്ട് ഒന്നും ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ അനിയൻകുട്ടനും പറയുന്നുണ്ട്, അതെ വേദ എന്തായാലും നല്ലൊരു കുട്ടിയാണ്, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രത്തോളം ഉയർന്ന ഒരു മനസ്സുള്ള കുട്ടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഇങ്ങനെ വേദയെ പുകഴ്ത്തുന്ന കണ്ടിട്ട് വിക്രമാണെങ്കിൽ ഒന്നും മിണ്ടാതെ തന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. ഈ സമയം നമ്മുടെ വിക്രമിൻ്റെ വീടാണ് കാണിക്കുന്നത്. അവിടെ വിശ്വനാണെങ്കിൽ ജോലിക്കൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു ഓഫീസിലാണ് ജോലിക്ക് പോകുന്നത്. അങ്ങനെ പോയിട്ട് വരുന്ന സമയത്ത് മാഷി ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ജോലിയൊക്കെ? അപ്പോഴേക്കും വിശ്വം പറയുന്നുണ്ട്, നല്ല ജോലിയാണ് ഒരു മേലനങ്ങിയുള്ള അധ്വാനിക്കേണ്ട ജോലിയൊന്നുമില്ല. ക്യാഷ്യർ ക്യാഷ് കൊണ്ടുവരും, ഞാനത് കൊണ്ടുപോയി ബാങ്കിൽ അടച്ച് അതിൻ്റെ റെസിപ്റ്റൊക്കെ കൊണ്ടുവന്നാൽ മതി, ബാക്കി കണക്കും കാര്യങ്ങളൊക്കെ അവർ തന്നെ നോക്കിക്കോളും എന്നിങ്ങനെ പറയാം കേട്ടോ. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ കമലാമ്മ പറയുന്നുണ്ട്, അയ്യോ ക്യാഷോ? അപ്പോൾ പിന്നെ ഇത്തിരി റിസ്ക് പിടിച്ച കാര്യമാണല്ലോ എന്നിങ്ങനെ പറയാം കേട്ടോ. ഒന്നുമില്ലമ്മേ, അമ്മ അതുകൊണ്ടൊന്നും പേടിക്കണ്ട, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് നോക്കി കൈകാര്യം ചെയ്യാനുണ്ട്. സെക്യൂരിറ്റിയും അതുപോലെ തന്നെ ഓഫീസിലെ സ്റ്റാഫുകളും ഒക്കെ എല്ലാ കാര്യത്തിലും എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടാവും എന്നിങ്ങനെ പറയാട്ടോ. തന്നെയല്ല, ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നത് എന്നെ ആ മാനേജ്മെന്റിന് അത്രയ്ക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. വേദ പറഞ്ഞിട്ടാണമ്മേ എന്നെ അത്രത്തോളം അവർക്ക് വിശ്വാസമായതെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. നമ്മുടെ വേദയുടെ ഒരു ഫ്രണ്ട് മുഖേനാണ് നമ്മുടെ വിഷയത്തിന് ജോലി കിട്ടുന്നത്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ അത്ഭുതപ്പെട്ട് ജോലിയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും വിനയം ചോദിക്കുന്നുണ്ട്, ആഹാ ക്യാഷ് കൊണ്ടുവന്ന ഡ്യൂട്ടിയാണോ? അപ്പോൾ ഒരു ദിവസം എത്ര ലക്ഷം രൂപ വരെയൊക്കെ ഏട്ടൻ ഇങ്ങനെ കൊണ്ടുപോകുന്നു ചോദിക്കാണ് കേട്ടോ. ചിലപ്പോൾ 20, 15, ചിലപ്പോൾ 50 ലക്ഷം രൂപ വരെയൊക്കെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ കാണുമെന്ന് ഇങ്ങനെ പറയാം കേട്ടോ. ഇത് കേട്ടിട്ട് വിനായകനാണെങ്കിൽ അയ്യോ 50 ലക്ഷം രൂപയോ എന്നിങ്ങനെ പറയാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ നന്ദിനിയാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അയ്യോ അത്രയും പൈസയൊക്കെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയാൽ എന്താ ചെയ്യുക? അങ്ങനെയൊന്നുമില്ല നന്ദിനി, നമ്മുടെ കൂട്ടത്തിലെ ഞാൻ പൈസ കൊണ്ടുപോകുമ്പോൾ ഞാൻ മാത്രമല്ല ഓഫീസിലെ വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത്, ഓഫീസിലെ സ്റ്റാഫും സെക്യൂരിറ്റിയും ഒക്കെ എൻ്റെ കൂടെ തന്നെ വരുമെന്ന് ഇങ്ങനെ പറയാം കേട്ടോ. ഇത് കണ്ടിട്ട് നന്ദിനി പെട്ടെന്ന് വീണ്ടും ചോദിക്കുകയാണ്, നന്ദിനി ഒരു പൊട്ടബുദ്ധിയോടുകൂടി ചോദിക്കുകയാണ്, ആ സെക്യൂരിറ്റി എങ്ങാനും ആ പൈസ അങ്ങ് അടിച്ചുകൊണ്ട് പോയാലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വിനായകനാണെങ്കിൽ ഇങ്ങനെ നിന്നിട്ടിങ്ങനെ നന്ദിനിയെ പിച്ചുന്നുണ്ട് കേട്ടോ. നീ എന്ത് മണ്ടത്തരമോടി ഈ വിളിച്ച് പറയുന്നതെന്ന്. ഇത് കേൾക്കുമ്പോഴേക്കും പെട്ടെന്ന് കമലാമ്മയും മാഷും ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് ഞെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. നന്ദിനി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നീ എന്താടി പറയുന്നത് ചോദിക്കുമ്പോൾ അതിനെന്താ, ഞാനുള്ളതല്ലേ ഏട്ടാ ചോദിച്ചത്, അത് സെക്യൂരിറ്റി എങ്ങാനും അത് തട്ടിക്കൊണ്ട് പോയാലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നീ ആവശ്യമില്ലാത്ത പൊട്ടത്തരങ്ങളൊക്കെ വിളമ്പാതെ പോയൊരു ചായ എടുക്കുന്ന നന്ദിനി എന്നിങ്ങനെ വിനയം പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടിട്ട് കമല പറയുന്നുണ്ട്, മോനെ പൈസയുടെ കാര്യമൊക്കെ അല്ലേ, സൂക്ഷിച്ച് ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യണേ മോനെ. അമ്മ ഒന്നും കൊണ്ടും പേടിക്കണ്ട. അതെ, ആ കമ്പനിയിലുള്ളവരെല്ലാം വിശ്വസ്തരാ, ഒരുപാട് ഇൻ്റർവ്യൂസ് ഒക്കെ നടത്തിയിട്ടാണ് എല്ലാവരെയും അതിലേക്ക് എടുത്തിരിക്കുന്നത്. തന്നെയല്ല ഞാനവരുടെ ഏറ്റവും വലിയ വിശ്വസ്തനാണ് അമ്മേ. അപ്പോൾ അതിനകത്തൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല, അമ്മ സമാധാനമായിട്ടിരിക്കുന്ന ഇങ്ങനെ പറയാട്ടോ. എന്നിട്ട് വിശ്വ ശ്രീജയോട് പറയുന്നുണ്ട്, ശ്രീജയ് എനിക്ക് ഇത്തിരി കുളിക്കാൻ ഇച്ചിരി ചൂടുവെള്ളം വെക്ക്, ഞാനിപ്പോൾ വരാമെന്നിങ്ങനെ പറയാട്ടോ. അപ്പോൾ ശ്രീജ പറയുന്നു, വിശ്വട്ട ഈ ചായ കുടിച്ചിട്ട് വാ, ഞാൻ വെള്ളം വെക്കാന്ന് പറഞ്ഞിട്ട് ശ്രീജ അകത്തേക്ക് കയറി പോകുന്നുണ്ട്.
പിന്നീടായിട്ട് കാണിക്കുന്നത് നമ്മുടെ വേദയുടെ വീടാണ് കേട്ടോ. മുത്തശ്ശിയും നമ്മുടെ പത്മവും കൂടി വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട്, അയ്യോ ശങ്കരേട്ടൻ കുറേ നേരമായി ഉറങ്ങിയിട്ട്, ഞാനൊരു ചായ കൊടുക്കട്ടെ അമ്മയെന്ന് പറഞ്ഞിട്ട് പത്മ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ കിച്ചണിൽ പോയി ഒരു ചായയൊക്കെ ഇട്ടുകൊണ്ട് റൂമിലോട്ട് പോകുന്നുണ്ട്. ഈ സമയം പെട്ടെന്ന് തന്നെ അമ്മയെന്ന് വിളിച്ചിട്ട് ഒരു കരച്ചിലാണ് കേൾക്കുന്നത്. അപ്പോൾ മുത്തശ്ശിയും നമ്മുടെ ശ്രീകാന്തും ഒക്കെ ഓടി വരുന്നുണ്ട്. എന്താ അമ്മേ, എന്താ പറ്റിയതെന്ന് ചോദിച്ചിട്ട് ഓടി വരികയാണ് കേട്ടോ. അപ്പോൾ ദീപ്തിയും വർഷയും എല്ലാവരും ഓടിക്കൂടുന്നുണ്ട്. അമ്മേ, ഏട്ടൻ എഴുന്നേക്കുന്നില്ല, എന്താ പറ്റിയെന്ന് അറിയില്ല എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്തൊക്കെ തട്ടി വിളിക്കുന്നുണ്ട്. അച്ഛ എണീക്കെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശങ്കരനാരായണന് ബോധമില്ലാതെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഈ സമയമാണെങ്കിൽ പത്മമൊക്കെ നല്ല കരച്ചിലാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശിയാണ് അവരെയൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ട്. നീ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കും പത്മ, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അങ്ങനെ ശ്രീകാന്തും പറയുന്നുണ്ട്, അമ്മയൊന്ന് കരയാണ്ടിരിക്കുക, അച്ഛനെ ഹോസ്പിറ്റലിലേക്കല്ലേ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഫാമിലി ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ അവിടെ എത്തുമ്പോൾ ഡോക്ടർമാർ പറയുന്നുണ്ട്, എല്ലാവരും ഒന്ന് പുറത്ത് വെയിറ്റ് ചെയ്യും, ഞങ്ങളൊന്ന് ചെക്കപ്പുകളൊക്കെ ചെയ്തിട്ട് പറയാം എന്നിങ്ങനെ പറയാം കേട്ടോ. അങ്ങനെ മെയിനായിട്ടുള്ള ഡോക്ടേഴ്സൊക്കെയാണ് ശങ്കരനാരായണനെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അങ്ങനെ എല്ലാ ഡോക്ടേഴ്സും എല്ലാ വിഭാഗത്തിൽ നിന്നും എത്തുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ എല്ലാ ടെസ്റ്റുകളും ചെയ്യാണ്. അങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, അതെ ഇത്തിരി സീരിയസ് ആണ്, ആൾക്ക് ചെറിയൊരു മൈനർ അറ്റാക്കാണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ എപ്പോഴാണ് ബോധം വരിക എന്നറിയില്ല, അതുവരെ ICUവിൽ തന്നെ ഉണ്ടാവട്ടെ. ആർക്കെങ്കിലും എന്തെങ്കിലും അത്യാവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുറത്തു നിന്ന് പറഞ്ഞാൽ മതി, ആരും ഉള്ളിലേക്ക് പ്രവേശിക്കരുത്. അദ്ദേഹത്തിന് ഇപ്പോൾ ബോധം തെളിഞ്ഞിട്ടില്ല, ബോധം വരുമ്പോൾ ആരെങ്കിലും വിളിക്കാമെന്നിങ്ങനെ ഒരു സിസ്റ്റർ വന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ദീപ്തിയും പത്മവും ഒക്കെ വല്ലാണ്ട് അലറി വിളിച്ച് കരയുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ ICUവിൻ്റെ പുറത്തു നിന്ന് കരയാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഇവിടെ ഇരുന്ന് ആരും ഒച്ചയൊന്നും ഉണ്ടാക്കില്ല, അത് പേഷ്യൻറ്റിന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ഈശ്വരനോടൊക്കെ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ദീപ്തി കരഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ വേദേനെ ഫോൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദീപ്തിയുടെ കോളാന്ന് കാണുമ്പോഴേ വേദ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത്. ഹലോ ചേച്ചി, എന്താ മോളെ, എന്താ ഇപ്പോൾ വിളിച്ച്? അതെ, അച്ഛൻ ICUവിലാണ് ചേച്ചി, പെട്ടെന്ന് തന്നെ വാന്നിങ്ങനെ പറയാം കേട്ടോ. ഇത് കേട്ടിട്ട്, അയ്യോ അച്ഛനോ, എന്തു പറ്റി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അറിയില്ല, അച്ഛന് ചെറിയൊരു അറ്റാക്കാണെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ചേച്ചിയെ കാണണം എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യും? ചേച്ചി പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വാന്ന് പറഞ്ഞിട്ട് ദീപ്തി ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. ഇത് കേൾക്കുന്ന വേദയ്ക്ക് ആദ്യം ഒരുപാട് സങ്കടമാകുന്നുണ്ടെങ്കിലും പിന്നീടായിട്ട് വേദ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ മുത്തശ്ശി വേദയോട് വിളിച്ച് പറഞ്ഞിരുന്നു, മോക്കെതിരായിട്ട് ഈ വീട്ടിൽ കുറേ ഗൂഢാലോചനകളൊക്കെ നടക്കുന്നുണ്ട്, എന്തായാലും മോളൊന്ന് കരുതിയിരുന്നു. ഞാൻ ചെന്നപ്പോഴേക്കും അവർ ചർച്ചകളൊന്ന് നിർത്തിയിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ കാര്യം നമ്മുടെ വേദയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. എന്തായാലും അച്ഛൻ ഹോസ്പിറ്റലാണെന്ന് ഒരു പക്ഷേ അവർ എന്നെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതായിരിക്കും. ഞാൻ അവിടെ ഓടിച്ചെല്ലാൻ വേണ്ടിയിട്ട് അവരെന്തെങ്കിലും പ്ലാൻ ചെയ്തതായിരിക്കും എന്നിങ്ങനെ വേദ കരുതുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും അച്ഛന് സുഖമില്ലെങ്കിൽ ആദ്യം തന്നെ മുത്തശ്ശി എന്നെ വിളിച്ചിട്ടുണ്ടാവും. ഇതിപ്പോൾ ശ്രീയേട്ടനും ദീപ്തി എല്ലാവരും കൂടിയിട്ടുള്ള ഒരു കളിയായിരിക്കാനാണ് സാധ്യത എന്ന് പറഞ്ഞിട്ട് വേദ പിന്നീടൊന്നും ഒന്നും ചിന്തിക്കാതെ തന്നെ അവിടെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങോട്ടേക്ക് കമലാമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോളെന്തെങ്കിലും എങ്ങോട്ടെങ്കിലും പോകാനായിട്ട് തയ്യാറെടുക്കുകയാണെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അല്ലമ്മേ, ഞാൻ അടുക്കളയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരുങ്ങുമായിരുന്നു, അമ്മയെ ഹെൽപ്പ് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് കമലാമ്മയുടെ കൂടെ കിച്ചണിലേക്ക് പോവാണ് കേട്ടോ. ഈ സമയം ഹോസ്പിറ്റലിലാണെങ്കിൽ ഡോക്ടേഴ്സ് വന്ന് ഇങ്ങനെ ശങ്കരനാരായണനെ വീണ്ടും ഓരോ ചെക്കപ്പും മരുന്നുകളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. അങ്ങനെ പുറത്തേക്ക് ICUവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഡോക്ടറിൻ്റെ അടുത്ത് ശ്രീകാന്ത് എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഡോക്ടർ, അച്ഛനിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ, പുള്ളി നല്ല ഡിപ്രഷനിലാണുള്ളത്, BP താഴ്ന്നേയില്ല, എന്തൊക്കെ ചെയ്തിട്ടും ആ ഹയർ ബ്ലഡ് പ്രഷർ ഇങ്ങനെ താഴാതെ നിൽക്കുകയാണ്. തന്നെയല്ല ഈ അബോധാവസ്ഥയിലും അദ്ദേഹം വേദ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും ആരാണെന്ന് വെച്ചാൽ വേദ ഒന്ന് കയറി കണ്ടാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് ഒരു പരിധിവരെ BP ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരിക്കും എന്നിങ്ങനെ പറയാം കേട്ടോ. ഇത് കേട്ടിട്ട് മുത്തശ്ശി എല്ലാവരും ഒന്നിങ്ങനെ പെട്ടെന്ന് ഞെട്ടി നിൽക്കുകയാണ്. ശ്രീകാന്ത് ആണെങ്കിൽ അയ്യോ അതെന്ന് പറയുമ്പോഴേക്കും, എന്തായാലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മരുന്നുകളൊക്കെ ചെയ്തു, ഇനി നിങ്ങളെ കൊണ്ടാണ് പറ്റുന്നത്, ആരാണെന്ന് വെച്ചാൽ വേദ, അവരെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കുക, അതാണ് ഇനി നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോവാണ് കേട്ടോ.
അങ്ങനെ ശ്രീകാന്താണെങ്കിൽ വേദയ്ക്ക് ഫോൺ ചെയ്യാൻ പോകുമ്പോഴേക്കും ദീപ്തി പറയുന്നുണ്ട്, ഏട്ടാ ഞാൻ കുറച്ച് നേരം മുമ്പ് ചേച്ചിയെ വിളിച്ചിരുന്നു, ചേച്ചി ഇപ്പോൾ ഏകദേശം എത്താറായിട്ടുണ്ടായിരിക്കും ഇങ്ങനെ പറയാട്ടോ. എപ്പോഴാണ് വിളിച്ചതിങ്ങനെ ടൈം ചോദിക്കുമ്പോഴേക്കും അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ വിളിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എപ്പോഴേ എത്തേണ്ട സമയം കഴിഞ്ഞു, ഞാൻ ഒന്നും കൂടി വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് വേദയുടെ കോളിലേക്ക് ശ്രീകാന്ത് വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ശ്രീകാന്തിൻ്റെ കോൾ കാണുന്നതും വേദ കട്ട് ചെയ്ത് വിടുകയാണ്. 2-3 വട്ടം കോൾ എടുക്കാതിരുന്നിട്ടും നമ്മുടെ നന്ദിനിയും ശ്രീജയും മാഷും വിക്രം എല്ലാം ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ വേദ കോൾ കട്ട് ചെയ്യുന്നുണ്ടിട്ട് കമലാമ്മ പറയുന്നുണ്ട്, മോളെ ആരായാണേലും കുറേ തവണയില്ലേ വിളിക്കുന്നു, എന്തിനാ മോള് കട്ട് ചെയ്ത് വിടുന്നത്? എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും ഇങ്ങനെ പറയാണ് കേട്ടോ. എന്ത് അത്യാവശ്യമേ ഇപ്പോൾ വിളിക്കുന്നതേ ആ കൊലയാളിയാണ് എന്ന് പറയുമ്പോഴേക്കും കമലാമ്മ ചോദിക്കുന്നുണ്ട്, കൊലയാളിയോ? അതാരാ? അതെ എൻ്റെ ഏട്ടൻ, അല്ലാതെ പിന്നെ ആരാന്ന് ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, മോളെ എന്തായാലും ഫോണൊന്നും എടുക്ക്, എന്തെങ്കിലും അത്യാവശ്യമില്ലാതെ ഒരാൾ ഇത്രയും തവണ വിളിക്കില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കമലാമ്മ ഒരുപാട് നിർബന്ധിക്കുമ്പോഴേക്കും വേദ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വേദ ഞാൻ ശ്രീയാണ്, എന്താ പറഞ്ഞോളൂ എന്ന് പറയുമ്പോഴേക്കും അച്ഛന് ചെറിയൊരു മൈനർ അറ്റാക്ക്, ബോധം തെളിഞ്ഞിട്ടില്ല, എന്നാലും അച്ഛൻ നിന്നെയാണ് അന്വേഷിക്കുന്നത്, നീ വന്നാൽ ഒരു പരിധിവരെ അച്ഛന് BP ഒക്കെ നോർമൽ ആവുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, നീ എത്രയും പെട്ടെന്ന് വരണമെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. ആഹാ അറ്റായിക്കോ അച്ഛനോ, അത് കൊള്ളാലോ എന്നിങ്ങനെ വേദ പറയാണ് കേട്ടോ. വേദ നീ എന്താ ഈ പറയുന്നത്? എന്നിങ്ങനെ നീ ഇത്ര കൂളായിട്ടാണോ അച്ഛനൊരു അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ഇങ്ങനെ ശ്രീ പറയുമ്പോഴേക്കും, നിങ്ങൾ ഇതല്ല ഇതിലപ്പുറവും പറയുമെന്ന് എനിക്കറിയാം, നിങ്ങൾ ഒപ്പിക്കുന്നതൊക്കെ ഞാൻ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോൾ, വേദ ഇത് തമാശയല്ല, അച്ഛന് നിന്നെ കാണുമെന്നാണ് പറയുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോൾ, ആ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വേദ ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. എന്നാൽ ഈ സമയം ശ്രീകാന്ത് പറയുന്നുണ്ട്, വേദ ഞാൻ ഇനി ഒരിക്കലും ഈ കാര്യം പറഞ്ഞിട്ട് വിളിക്കില്ല, അച്ഛൻ ഹോസ്പിറ്റലിലാണുള്ളതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫാമിലി ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണ് കേട്ടോ. ഇത് കണ്ടിട്ട് വേദ ഒരു കൂസലും ഇല്ലാന്ന് നിൽക്കുമ്പോൾ നമ്മുടെ കമലാമ്മ പറയുന്നുണ്ട്, എന്താ മോളെ ആരാ വിളിച്ചത്? അതെ ആ ശ്രീയേട്ടനാണ്, എന്നെ അങ്ങോട്ടേക്ക് വരുത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ അടവുകളാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്, അച്ഛന് അറ്റാക്കാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേദ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് കമലാമ്മ പറയുന്നുണ്ട്, മോളെ ഒരിക്കലും അച്ഛൻ അറ്റാക്കാണെന്ന് പറഞ്ഞിട്ട് ആരും അങ്ങനെ ദുഷ്ടത്തരം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും മോളുടെ അച്ഛനല്ലേ, മോളെ ഒരുപാട് സ്നേഹിക്കുന്ന മോളുടെ അച്ഛന് വയ്യെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇത്ര നിസ്സാരമായിട്ട് കരുതുന്നത് ശരിയല്ല. മോൾ എന്തായാലും ഹോസ്പിറ്റലിൽ വരെ ഒന്ന് ചെല്ലുന്നിങ്ങനെ പറയാണ് കേട്ടോ. ഇങ്ങനെ കമലാമ്മയും കൂടി പറയുമ്പോഴാണ് നമ്മുടെ വേദയുടെ ഉള്ളൊന്ന് പിടയുന്നുണ്ട് കേട്ടോ. ഇനി എങ്ങാണോ അച്ഛന് വയ്യാണ്ടിരിക്കുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ശ്രീജ പറയുന്നുണ്ട്, വേദ സത്യമാണോ എന്നറിയാനായിട്ട് മുത്തശ്ശി ഒന്ന് വിളിച്ച് നോക്കിയാൽ മതിയല്ലോ എന്നിങ്ങനെ പറയാം കേട്ടോ. അങ്ങനെ വേദ പെട്ടെന്ന് തന്നെ മുത്തശ്ശിയെ ഫോൺ എടുത്ത് വിളിക്കുന്നുണ്ട്. ഈ സമയം മുത്തശ്ശിയെ കുറേ തവണ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നുണ്ടായിരിക്കില്ല. അങ്ങനെ വീണ്ടും വിളിക്കുമ്പോഴേക്കും മുത്തശ്ശി ഫോൺ എടുക്കുന്നുണ്ട്. മുത്തശ്ശി എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, മോളെ ഹോസ്പിറ്റലിലാണുള്ളത്, ശങ്കരന് ഇപ്പോൾ ICUവിലാണുള്ളത്, മോളെ കാണണമെന്നാണ് പറയുന്നത്, പെട്ടെന്ന് വാ മോളെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയും കരയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ആകെ തകർന്നു പോവാണ് നമ്മുടെ വേദ. അയ്യോ അച്ഛൻ ഇത്ര സീരിയസ് ആയിട്ടാണോ ഞാൻ ഇത്രയും കെയർലെസ് ആയിട്ട് ഇരുന്നത് എന്ന് പറഞ്ഞിട്ട് വേദ ഇങ്ങനെ കരയുന്നുണ്ട്, പൊട്ടിക്കരയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് കമലാമ്മയൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ എന്നാൽ വേദ കരയുന്ന കാണുമ്പോഴേക്കും നമ്മുടെ വിക്രമിൻ്റെ മനസ്സൊന്ന് ഉലയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദയുടെ കണ്ണീര് കാണുമ്പോഴേക്കും വന്നിട്ട് പറയുന്നുണ്ട്, ആഹാ തനിക്ക് ഇത്രയൊക്കെ ഉള്ളായിരുന്നോ, താൻ ഇത്ര സില്ലിയായിരുന്നോ, ഇനിയിപ്പോൾ ഇതിനും വേണ്ടി കരയാൻ തന്നെ ഇരിക്കുന്നത്, അച്ഛൻ ഹോസ്പിറ്റലല്ലേ ഉള്ളത്, ഒന്നും ഉണ്ടാവില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രം എന്നെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കൂ, എനിക്ക് ഇപ്പോൾ തന്നെ അച്ഛനെ കാണണം, അച്ഛൻ എന്നെ മാത്രമാണ് ചോദിക്കുന്നതെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, എനിക്ക് 100 കൂട്ടം പണിയുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, ഒരു ഓട്ടോ വിളിച്ചിങ്ങനെ പോകുന്നിങ്ങനെ പറയാം കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും വേദ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വിക്രമിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് കമലാമ്മ പറയുന്നുണ്ട്, എന്താണ് ഈ പറയുന്നത്, വേദമോളുടെ അച്ഛനല്ലേ ഹോസ്പിറ്റലിലുള്ളത്, അതിൻ്റെ ഇടയ്ക്ക് നിനക്ക് അതിലും വേണ്ടി എന്ത് പണിയാണ് ഉള്ളത്, മോളെ കൊണ്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോ, അല്ലെങ്കിൽ നിനക്ക് വൈകിൽ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് കമലാമ്മ ഇങ്ങനെ പറയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് വിക്രം പറയുന്നുണ്ട്, അല്ലമ്മേ ഞാൻ കൊണ്ടുപോയിക്കോളാം വാ എന്ന് പറഞ്ഞിട്ട് വേദയെ വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ വേദ ഒരുപാട് ഇങ്ങനെ വിഷമത്തോടു കൂടിയാണ് ഇങ്ങനെ വേദ കരയുന്ന കണ്ടിട്ട് നമ്മുടെ വിക്രമിൻ്റെ ചങ്കൊക്കെ ഇങ്ങനെ വല്ലാണ്ടാവുന്നുണ്ട് കേട്ടോ. എപ്പോഴും നല്ല ബോൾഡായിട്ട് തട്ടാമുട്ടിയൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്ന വേദയുടെ കണ്ണുനീര് കാണുമ്പോൾ നമ്മുടെ വിക്രമിന് ഒരുപാട് സങ്കടമാകുന്നുണ്ട്. തനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു തൻ്റെ അച്ഛനെ, അല്ലാതെ എൻ്റെ അച്ഛൻ എന്നെ ജീവനാണ് എന്നിങ്ങനെ പറയുമ്പോൾ, എന്നിട്ടാണോ നീ ഇപ്പോൾ ഇവിടെ വന്ന് കിടന്ന് അച്ഛനും അമ്മയും ഒന്നും പറഞ്ഞ് അനുസരിക്കാതെ നീ ഇവിടെ വന്ന് കിടക്കേണ്ടത്, നിനക്ക് നിൻ്റെ വീട്ടിൽ പോയി താമസിച്ചൂടെ എന്നിങ്ങനെ ചോദിക്കാണ് കേട്ടോ. വിക്രം ഈ സമയത്ത് ആവശ്യമില്ലാത്തതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല, എനിക്ക് പറ്റുമെങ്കിൽ എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ വരെ ഡ്രോപ്പ് ചെയ്യുന്നിങ്ങനെ പറയാണ് കേട്ടോ.
ഇത് അറിഞ്ഞിട്ട് നമ്മുടെ വിക്രമാണെങ്കിൽ ബൈക്ക് എടുത്തുകൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. ഈ സമയം എല്ലാം നമ്മുടെ വേദ നല്ല കരച്ചിലായിരിക്കും കേട്ടോ. വേദ കരയുന്നത് ഇങ്ങനെ വിക്രം കണ്ണാടിയിലൂടെ നോക്കുന്നുണ്ട്. വിക്രമിന് ഒരുപാട് സങ്കടമാകുന്നുണ്ടെങ്കിലും അതൊന്നും നമ്മുടെ വേദയുടെ അടുത്ത് കാണിക്കുന്നില്ല കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും താൻ കരയാതിരിക്കുക, ഹോസ്പിറ്റലിൽ അല്ലേ ഉള്ളത്, പിന്നെ നിന്റെ ഏട്ടനുണ്ടല്ലോ അവിടെ, പിന്നെ എന്തെതിർത്താലും നിന്റെ ഏട്ടൻ അത് നോക്കിക്കോളൂ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിന് വാതിക്കൽ എത്തുമ്പോഴേക്കും വേദ ഇങ്ങനെ ഇറങ്ങി പെട്ടെന്ന് തന്നെ പോകാനായിട്ട് ചോദിക്കുമ്പോഴേക്കും വിക്രം നീ വരുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അയ്യോ ഇല്ലേ, നീ പോയി എന്തായാലും അച്ഛനെ പോയി കാണാം, നിന്റെ ഏട്ടൻ എന്നെ സ്വീകരിക്കാനായിട്ട് ഇപ്പോൾ അവിടെ കാണുമല്ലോ, ഇപ്പം എന്തിനാ ആവശ്യമില്ലാത്ത ഹോസ്പിറ്റലിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടത്, എന്തായാലും ഞാൻ പൊക്കോളാം, നീ കുറച്ച് ദിവസം ഇനി അച്ഛനെ കൂടെ നിന്നിട്ട് ശുശ്രൂഷിച്ചിട്ടൊക്കെ പതുക്കെ അങ്ങ് വന്നാൽ മതി എന്നിങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ 2 ദിവസത്തേക്കിന് അവളുടെ ശല്യം ഉണ്ടാവില്ലല്ലോ എന്ന് മനസ്സിൽ സമാധാനം പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം ഇങ്ങനെ ബൈക്ക് എടുത്തുകൊണ്ട് വേദയെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകുന്നുണ്ട്. ഈ സമയം വേദയാണെങ്കിൽ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഒരു ഫ്രണ്ട് ഓഫീസിൽ ചെന്ന് അന്വേഷിച്ചിട്ട് പേഷ്യൻറ്റിൻ്റെ നെയിം പറഞ്ഞിട്ട് റൂമൊക്കെ ICU വാർഡ് എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഓടിയാണ് കേട്ടോ ചെല്ലുന്നത്. വേദയെ കാണുമ്പോഴേ ശ്രീകാന്ത് ആണെങ്കിൽ ഭയങ്കര ദേഷ്യപ്പെട്ട് തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി ചെല്ലുന്നുണ്ട്. മോള് വന്നോ, എന്തായാലും മോൾ അച്ഛനെ ഒന്ന് കയറി കാണുന്നിങ്ങനെ പറയാണ് കേട്ടോ. ഈ സമയം നമ്മുടെ നേഴ്സ് പറയുന്നുണ്ട്, വേദ വന്നിട്ടുണ്ടോ, വീണ്ടും വീണ്ടും പേഷ്യൻ്റ് ചോദിക്കുന്നുണ്ടെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വേദയാണെങ്കിൽ ശങ്കരനാരായണനെ കയറി കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദ എന്ന് പറയുമ്പോൾ വേദ ഇങ്ങനെ കയ്യിൽ പിടിക്കുന്നുണ്ട്. അങ്ങനെ കരയുമ്പോഴേക്കും എൻ്റെ മോള് വന്നല്ലോ, ഇനിയിപ്പോൾ എന്താ അച്ഛൻ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അച്ഛനൊന്നുമില്ല, മോളെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, അത്രേ ഉള്ളെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ വേദയ്ക്ക് ഒരുപാട് സങ്കടം ആവുന്നുണ്ട്. ഇനി ഒന്നുമില്ലെന്നേ, എനിക്ക് ഒരു കുഴപ്പമില്ല, ഇനി എൻ്റെ അസുഖം എല്ലാം മാറിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ശങ്കരനാരായണൻ വേദയുടെ കൈകളിലൊക്കെ ഇങ്ങനെ ഇറുകി പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ ഈ അച്ഛൻ്റെ അടുത്ത് നീ എപ്പോഴും കാണണേ, അച്ഛനെ ഇട്ടിട്ട് ഇന്ന് പോവല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് വേദയ്ക്കാണെങ്കിൽ ഒന്നും പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ അച്ഛനെ ഇങ്ങനെ കയ്യിലൊക്കെ ഇങ്ങനെ തലയിലൊക്കെ തടവി കൊടുക്കുകയാണ് കേട്ടോ. ഈ സമയം നമ്മുടെ വിക്രമാണെങ്കിൽ വേദയെ വിട്ടിട്ട് ഇങ്ങനെ പോകുന്ന വഴിക്കെല്ലാം വേദ ഇങ്ങനെ കരയുന്നതൊക്കെ ഓർമ്മ വരികയാണ്. എന്തായാലും അവൾ നല്ല കുട്ടിയാണ്, എന്തായാലും ചോരമണക്കുന്ന എൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും അവളെ ക്ഷണിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. വേദേനെ ഭാര്യയായിട്ട് കിട്ടാനുള്ള യോഗ്യതയൊന്നും എന്തായാലും എനിക്കില്ല എന്നൊക്കെ ഇങ്ങനെ വിക്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ ബൈക്കിൽ ഇങ്ങനെ പോകുന്നത്. എന്നാൽ വീണ്ടും നമ്മുടെ വിക്രമിൻ്റെ മനസ്സിലേക്ക് വേദയുടെ ഓരോ വാക്കുകളും വേദ ജീവിതത്തിൽ വന്നു കഴിഞ്ഞിട്ട് ആ വേദയുടെ മാഷിൻ്റെ വീട്ടിലുണ്ടായ മാറ്റങ്ങളും നമ്മുടെ വിഷുവിന് ജോലിക്ക് പോകാൻ തുടങ്ങി ശ്രീജിക്കുണ്ടായ സന്തോഷവും ആ സന്തോഷം എല്ലാം ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ. അങ്ങനെ വേദയോട് എന്തെന്നില്ലാത്ത സ്നേഹമൊക്കെ നമ്മുടെ വിക്രമിന് തോന്നുന്നുണ്ടെങ്കിലും സ്വയം ഇങ്ങനെ മനസ്സിൽ തനിക്ക് പറ്റിയ പെണ്ണല്ല വേദ എന്ന് പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുകയാണ് കേട്ടോ. അങ്ങനെ വിക്രമാണെങ്കിൽ വീട്ടിൽ ചെല്ലുന്നുണ്ട്. നല്ല രാത്രിയായിട്ടുണ്ടാവും. കമലാമ്മ പറയുന്നുണ്ട്, മോനെ എങ്ങനെയുണ്ട് വേദയുടെ അച്ഛന്? ഞാൻ കയറിപ്പോയില്ലമ്മേ, അവളെ ഇറക്കി വിട്ടിട്ട് ഞാനിങ്ങ് പോന്നു. എന്നിട്ട് വേദമോളെ ഒന്ന് വിളിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പോലും അന്വേഷിച്ചില്ല. എന്നെ കൊണ്ടെങ്ങും വയ്യ, അവളിപ്പോൾ അവളുടെ അച്ഛൻ്റെ അടുത്തല്ലേ ഉള്ളത്, ഇനിയിപ്പോൾ അവരങ്ങ് നോക്കിക്കോളൂ എന്നിങ്ങനെ പറയാണ് കേട്ടോ. എന്നാലും നീ എന്താടാ ഈ പറയുന്നത്? അച്ഛനെ അറ്റാക്കാണെന്ന് പറഞ്ഞിട്ട് ഒന്ന് അന്വേഷിക്കണ്ടേ? എനിക്കെങ്ങും സമയമില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാൻ ഉറങ്ങാൻ പോവാണെന്ന് പറഞ്ഞിട്ട് വിക്രം റൂമിലേക്ക് അങ്ങ് കയറി പോവാണ് കേട്ടോ. റൂമിലേക്ക് കയറി ചെല്ലുമ്പോഴേക്കും നമ്മുടെ വേദ തറയിലാണല്ലോ, വിക്രമിൻ്റെ കട്ടിലിൻ്റെ താഴെയാണല്ലോ കിടക്കുന്നത്. അവിടേക്ക് ഇങ്ങനെ നോക്കിയിട്ട് വിക്രമിന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല കേട്ടോ. വിക്രമാണെങ്കിൽ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ കിടക്കുന്നുണ്ടെങ്കിലും ഓരോ നിമിഷവും വേദയുടെ ചിത്രമാണ് കണ്ണിലിങ്ങനെ കണ്ണടയ്ക്കുമ്പോഴെല്ലാം തെളിയുന്നത്. വേദ പറയുന്ന ഓരോ വാക്കുകളും ഇങ്ങനെ മനസ്സിൽ ഓടി ഒളിയാണ് കേട്ടോ. വിക്രമാദിത്യ, ഗുണ്ട, വിക്രം എന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നതായിട്ട് ഇങ്ങനെ ചെവിയൊക്കെ എന്നിട്ട് ഇറുക്കി അടിച്ചിട്ട് വിക്രം ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. എന്നാലും വീണ്ടും ഇങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോഴേക്കും വേദ ഇങ്ങനെ തറയിൽ കിടക്കുന്നത് പോലെ തോന്നുകയാണ് കേട്ടോ നമ്മുടെ വിക്രമിന്. നീ ഇതിപ്പോ എത്തി? അത് ശരി, അച്ഛൻ അസുഖമാണെന്ന് പറഞ്ഞിട്ട് നീ ഇതുവരെ അവിടെ നിൽക്കാതെ ഇങ്ങ് പോന്നോ എന്നിങ്ങനെ പെട്ടെന്ന് ചോദിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ നോക്കുമ്പോഴേക്കും വേദ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കിടക്കുന്നത് നോക്കുമ്പോഴേക്കും കണ്ണെടുക്കാതെ ഇങ്ങനെ വിക്രം നോക്കിയിരിപ്പുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന പോലെ ഞെട്ടി ഉണർന്നിട്ട് എൻ്റെ ഒരു തോന്നലെന്ന് പറഞ്ഞിട്ട് തലക്കിട്ട് ഇങ്ങനെ തട്ടിയിട്ട് വിക്രം സ്വയം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കിടക്കുകയാണ്. എന്നാൽ കിടന്നിട്ട് ഉറക്കം വരാതെ വീണ്ടും നമ്മുടെ വേദയുടെ ബാഗൊക്കെ ഇരിപ്പുണ്ടല്ലോ, അങ്ങനെ അവിടേക്ക് ഇങ്ങനെ നോക്കിയിട്ട് വേദ പറയുന്ന ഓരോ കാര്യങ്ങളും ചിന്തിക്കുകയാണ്. അങ്ങനെ
ഓർത്തുകൊണ്ട് വിക്രമിന് ഇങ്ങനെ ഉറക്കം വരാതിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.